ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ, അപ്പോൾ ഇന്ന് എവിടേക്കാ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാ ചക്കരെ, അതായത് കല്യാണം പറയാൻ വേണ്ടി പോകണം. അപ്പോൾ രാത്രിയാണ് കേട്ടോ പോകുന്നത്. കൂടെ നമ്മൾ ആരും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി പോയാൽ രാവിലെ എത്തുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. എവിടേക്കാ നമ്മൾ പോയെ? ചേലമ്മക്ക് ചെറിയൊരു പനിയുണ്ട് കേട്ടോ. അവിടെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം നേരെ കാല് നീട്ടി ഉറങ്ങിയാൽ ചിലപ്പോൾ റെഡിയാവുണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോവുകയാണ്. ഞാൻ വിളിച്ച് പറയാൻ വെച്ചിട്ടായിരുന്നു. പിന്നെ എന്തായാലും ദിവസങ്ങളുണ്ടല്ലോ, ഇനി ഇന്നും കൂടി കഴിഞ്ഞ് പിന്നെ ദിവസങ്ങളില്ല, ഇന്നൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയി പറയാമെന്നുള്ള ലെവലിലാണ്. ഇവരാരും കൊണ്ടുപോകണില്ല, കാരണം ഇനി ഒരു ലോങ് യാത്രയ്ക്ക് നിൽക്കാനുള്ള ടൈമില്ല ഒന്നാമത്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഞാനിവിടെ നിർത്തിയിട്ട് ഞാനും നമ്മുടെ ഫ്രണ്ട്സും മാത്രമാണ് സോഫിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അതേമാതിരി സോഫിയുടെ അമ്മായിമ്മയുടെ വീട്ടിൽ, അതേമാതിരി നാത്തൂൻ്റെ വീട്ടിൽ, അങ്ങനെ കുറച്ച് വീട്ടിൽ. പിന്നെ നമ്മുടെ പെങ്ങന്മാർ കുറച്ച് അവിടെ ഉണ്ട്. ഉപ്പാടെ ഏട്ടൻ്റെ മക്കൾ കുറച്ച്, മൂത്താപ്പാടെ മക്കളുണ്ട്. അവരോടും കല്യാണം പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി കല്യാണം പറഞ്ഞ് രാവിലെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള രീതിക്കാണ്. രാവിലെ അവിടെ പറയുള്ളൂ, വൈകുന്നേരത്ത് തിരിച്ചു വരാനുള്ള രീതിക്ക്. അപ്പോൾ ഇനി തമിഴ്നാട്ടിലെ കല്യാണം പറച്ചിൽ കാണാൻ ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇവർ ഇല്ലാത്ത ആദ്യം തമിഴ്നാട്ടിൽ പോക്കാണ് കേട്ടോ. അങ്ങനെ നാട്ടിൽ നിന്ന് രാത്രി എത്ര മണിക്കാണ് നമ്മൾ തിരിച്ച്? 12 മണിക്ക് തിരിച്ച്. 12 അല്ല, 2 മണിക്കാണ്. ഒറ്റപ്പാലത്ത് 2 മണിക്ക് തിരിച്ച്. നമ്മളിപ്പോ എത്ര എവിടെ എത്തിയെന്നറിയോ? സോഫിയുടെ വീട്ടിലേക്ക് ഏകദേശം 1 മണിക്കൂർ വേണ്ടട്ടോ. അപ്പോഴേക്കും നമ്മൾ എത്തണതാവും. ഞാൻ രാവിലെ എത്താന്നുള്ള ലെവൽ. നമ്മള് പെരിച്ച ഭക്ഷണമൊക്കെ കഴിച്ചത് എവിടുന്നല്ലോ, ഏതോ ഉടുമ്പൽ എന്ത് പേട്ടയാണോ നടന്നുകൊണ്ടോ കഴിച്ചത്. എന്തായാലും നമ്മൾ അധികം ഫുഡൊന്നും കഴിച്ചു. നമ്മൾ എന്തൊക്കെയാ കഴിച്ചേ? ഞാൻ 2 പഴം. പിന്നെ എന്താ കഴിച്ചേ? ഞാൻ 2 പേർ 2 വട ഒരു ചായ. ഉറങ്ങാണ്. അത്ര നേരം ഡ്രൈവ് ചെയ്യായിരുന്നു. അപ്പോൾ ഉറങ്ങാണ് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്തു അല്ലേ. അപ്പോൾ രാവിലെ ഇനി നീച്ചിക്കണമെന്ന് തന്നെ ആവാം. നമ്മൾ ഉറങ്ങിയിട്ടുമില്ല. കോഴി പോകുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ എത്തിക്കണം കേട്ടോ. കറക്റ്റ് ടൈമാണ്. ജമല്ലി എന്താ ചീരണ്ട് അതാണ്. അണ്ണാ ഇത് എന്നാ പൂ? சாமந்தி பூ. ആര്? சாமந்தி பூவே. സാമന്തി. இது ரோஸ். ഇത് റോസ്. ജമന്തി നമ്മളവിടെ സാമന്തി എന്ന് പറഞ്ഞ ചമ്മന്തി ചോറ്. ജന്നപ്പൂന്ന് പറയുമ്പോഴേ ഇത് റോസപ്പൂവാ. ഇത് റോസാപ്പൂവ്. ഇത് റോസപ്പൂ, അത് ചീര. മൂന്ന് കണ്ണിലെവർക്ക് പാട്ട് മലയാളീസ് കണ്ടാ തോന്നൂലാന്ന്. അതാണ് പാട്ട് പാടണ മൈക്കില്. ആള് പോയി. അപ്പോൾ തമിഴ്നാട്ടിലൂടെ വീണ്ടും നമ്മൾ എത്തിപ്പെടുന്ന ഇപ്പം അടുത്ത് പോയിട്ടുള്ളൂ ഗൈസ്. അപ്പോഴേക്കും നമ്മൾ കല്യാണം പറയാൻ എത്തിയിട്ടോ. അപ്പോൾ ഈ ഒരു വരവിൽ ഉമ്മയും ചക്കരയും വാപ്പയൊക്കെ വരണം വെച്ചിട്ടായിരുന്നു. പക്ഷെ എന്തായാലും നമ്മുടെ സാഹചര്യം, ഹോസ്പിറ്റൽ കേസും കാരണം നമ്മൾ ഇങ്ങനെ പോകുന്നു. എന്തായാലും ഇവിടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. എങ്കിൽ പോലും വന്ന് പറയാൻ വിചാരിച്ചു. എനിക്കൊരു ഒഴിവുണ്ടായിരുന്നു. ഓക്കെ, ഉള്ളിന്ന് പൂട്ടിയിട്ടുണ്ടാവോ? പുറത്തേക്കേണ്ടി വരുമോ? തുറക്ക്. കൊലം വരക്കുള്ള പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഇതിൽ. ശരിക്കും രാവിലെ ഇരുന്ന് കാണിച്ചിട്ട പരിപാടികളൊക്കെ ഇതില്ല. അന്ന് രാവിലെ നമ്മൾ 5 മണിക്ക് ഇപ്പോൾ എത്ര, ഇപ്പോൾ 6 മണി 7 മണി നീച്ചിട്ട് അവിടെ കടന്നിട്ടുണ്ടാവും. പിച്ചക്കാരാ വിചാരിക്കൂ. അമ്മ എനിക്ക് ഒന്നുമില്ല ചിലപ്പോ. അപ്പൊ രാവിലെ അളിയുണ്ട് തോന്നുന്നു ഇവിടെ. ഈ നേരത്തെ വന്ന് വെച്ചാൽ അളിയനും പാടെ കിട്ടും. അല്ലെങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കൊടുക്കേണ്ടി വരും. അങ്ങനെ സൗഫിയുടെ വീട്ടിലെത്തി. നമ്മൾ പിന്നില ആ ടർഫിലെത്തിയിട്ട് ഓല് നീച്ചിട്ടുള്ളൂ. ഇതാ നീച്ച് വരുന്നേ. സ്കൂളിൽ പോകുന്നേ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇത് സാധനം എല്ലാവരും പെങ്ങളെ കുട്ടികൾ ഇലക്ഷൻ സ്കൂളില്ലേ അവനക്ക്? സ്കൂൾ പൂട്ടിട്ടാങ്കളാ? എന്താ നാൾക്ക് പൂട്ടിരിച്ച്? അതാ വരുന്നേ. എന്താ നാൾക്ക് പൂട്ടിരിച്ച്? എത്ര നാളായിരിച്ച് പൂട്ടിരിച്ച്? 2.5 മാസം പൂട്ടിക്ക. എന്നാ നീ ഊർക്ക് വന്നിട്ട് നീ വരിക? നീ വരിക? ഊർക്ക് വരിക? ചെക്കൻ വലുതായാലോ തൻ്റെ പകുതിയായി പോവും. അങ്ങനെ സാധനം സ്കൂളിൽ പോയില്ലേ?
ഇന്നെന്നാ കല്യാണത്തിന്? ഞാൻ 24-ാം തീയതി 24-ാം തീയതിയോ? അങ്ങോട്ടായി. അപ്പൊ 24-ാം തീയതി എന്ന് പറയുമ്പോ കല്യാണം അടുത്തില്ലേ? അതിന് മുമ്പ് വരാൻ കഴിയില്ല? 12-ാം തീയതി ആയിരിക്കും സ്കൂളുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഇലക്ഷന്റെ സമയം പെരുന്നാൾക്ക് ഒരു 4 ദിവസം ലീവ് കൊടുത്തിട്ട് വോട്ട് കഴിഞ്ഞിട്ട് തിങ്കളും ചൊവ്വയും 2 പരീക്ഷ വെച്ചിട്ട് വ്യത്യാസം വരും. ബുധനാഴ്ച വരെ അത് കാരണം കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുതിയ ഡ്രസ്സുകളൊക്കെ അങ്ങനെ കല്യാണം പറച്ചില് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉമ്മാക്ക് എന്തായാലും വരാൻ പറ്റിയില്ല അല്ലേ? ഇത് വിളിച്ചു പറയണമെന്ന് വിചാരിച്ചാണ്. പിന്നെ നമ്മളെന്തായാലും വന്നതാണ്. ഇവിടെ ആരൊക്കെ പറയാനുള്ളത്? ഇവിടെ 2 വീട് 3 വീടുകൾ. അമ്മായിമ്മടോടി അങ്ങനെയല്ലേ ഉള്ളൂ. കുറച്ചു നേരം ഉറങ്ങിക്കോ, വണ്ടി ഓടിക്കാൻ ആൾ വേണോ കേട്ടോ. ഞങ്ങൾ പോയി കല്യാണം പറഞ്ഞിട്ട് വരാം. അപ്പോൾ 4 പുറത്തു കൂടെ പോയിട്ട് കല്യാണം പറയാൻ വേണ്ടി പോകണം ഗൈസ്. നീ വരിക നടക്ക് അവിടെ കൊടുക്കാൻ കല്യാണം കത്ത്. നിജാസിന്റെ ഇതേപോലെ തന്നെ എന്നാ പോവാ. അപ്പൊ ഗൈസ് നമ്മൾ ഇനി അടുത്ത കല്യാണം പറയാൻ പോകുന്നത് ഉപ്പാടെ മൂത്താപ്പാന്റെ, അതായത് ഉപ്പാടെ സിഫാനോട് പറഞ്ഞു. ഉപ്പാടെ ഏട്ടൻ്റെ 2 മക്കളും പാടെ വേണ്ട കേട്ടോ. അതായത് ജ്യേഷ്ഠൻ്റെ 2 മക്കളെയും പാടെ ഇവിടെ കെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാം. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് ഞാൻ അവിടെ കാറ് പോവില്ല, ബൈക്കിലേ പോവാം. അപ്പോൾ അളിയൻ്റെ ബൈക്ക് ഇവിടെ ഉണ്ട്. നമ്മൾക്ക് ഇനി ബൈക്കിൽ യാത്ര ചെയ്യാം. നീ ഫ്രണ്ടിൽ ഏരിയ ബാക്കിൽ ഏരിയ ബാക്കിൽ കയറിക്കുന്നത്. നമ്മളിപ്പോൾ ആരോടൊപ്പം സെയിനോട് കല്യാണം പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു മൂത്താപ്പാൻ്റെ കൂടെ മകളെ കൂടെ കല്യാണം പറഞ്ഞു. മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പം ഇനി ഇപ്പോൾ അമ്മായിമ്മയോടെ, പിന്നെ അവിടെ ഇളയച്ചൻ്റെ കൂടെ, പിന്നെ ഓക്കെ. രാവിലെ ഇവിടെ ഇവിടെ അങ്ങനെ ചൂട്. എൻ്റെ മുഖത്തൊക്കെ എന്താ കുരു ചൂട്. ഇവിടെ പാലക്കാട് ചൂടാ. ഇവിടെ ഭയങ്കര ചൂടാണ് ഉണ്ട് കേട്ടോ. നല്ല ചൂടാണ് രാവിലെ ആയിട്ടുള്ളൂ. പിടിക്കണ്ടേ കടിക്കൂ. ഇപ്പോൾ മൂത്താപ്പാൻ്റെ മക്കളെയൊക്കെ കല്യാണം വിളിച്ചു. അങ്ങനെ സോഫി ഇവിടെ എത്തിയ സംഭവം ഇങ്ങനെയാണ് കേട്ടോ. സോഫിനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരുവിധ ആളുകളൊക്കെ നമ്മുടെ കുടുംബത്തിലെ ഒരുവിധ ആളുകളൊക്കെ വന്നു പോയിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ സിറ്റുവേഷൻ ഭയങ്കര മോശമായതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അവർക്ക് എന്തായാലും സുഖമൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും എവിടെയാണെങ്കിലും സുഖമായിട്ട് ജീവിച്ചാൽ പോരെ അല്ലേ? അപ്പോൾ എന്തായാലും അവരവിടെ സാധനം വാങ്ങാൻ ഇറങ്ങി കേട്ടോ. അളിയനും ഉണ്ട്, പിന്നെ മിയാസും ഉണ്ട്, സൗഫിയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അളിയൻ്റെ വീട്ടിലോട്ട്, അതായത് അമ്മായിമ്മയുടെ സോഫിയുടെ അമ്മായിമ്മയുടെ വീട്ടിലോട്ടേക്കാണ് കല്യാണം പറയാൻ പോകുന്നത്. ശരിക്കും വീട്ടിലെ കാരണന്മാരൊക്കെയാണ് പോകേണ്ടത്. നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആവുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, അറിയുന്ന കാര്യങ്ങളല്ലേ ഹോസ്പിറ്റൽ കേസ്. പിന്നെ ഞാൻ ഈ രാവിലെ തന്നെ കല്യാണം വിളിക്കാൻ വന്നത് എന്താ വെച്ചാൽ അന്ന് വർക്കിംഗ് ഡേ ആവുകൊണ്ട് എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരെയും കണ്ട് കല്യാണം പറയാൻ വെച്ചിട്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടെ പിന്നെ കത്ത് വെച്ച് പോകുമ്പോൾ പിന്നെ അത് മോശമല്ല, ഇത്രയും ദൂരം വരുമ്പോൾ. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെയൊക്കെ കല്യാണം വിളിച്ചിട്ട് ഞാൻ നാട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അതിൻ്റെ ക്ഷീണം കൊണ്ടിട്ട്, കാരണം എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് അതേ മണിക്കൂറുകൾ അങ്ങോട്ടും യാത്ര ചെയ്യണം. പിന്നെ എല്ലാത്തിനും കൂടെ ഒക്കെ ചെക്കന്മാരുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കാരണം കുറച്ചൊക്കെ മാറി മാറി ഡ്രൈവ് ചെയ്യുകൊണ്ട് നമുക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് കല്യാണത്തിൻ്റെ തുടക്കങ്ങളായി. പിന്നെ ഞങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. ഉമ്മാൻ ഇന്നലെ വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് വന്നത്. ഉമ്മാക്ക് ഭയങ്കര 102 ഡിഗ്രി പനിയാണ്. അതായത് ഉപ്പാടെ നിന്ന് ഉമ്മാക്ക് പനി കിട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതിന് ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഒന്ന് ഭേദമായതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ പോരാച്ചിട്ടായിരുന്നു, പിന്നെ പോരാച്ചിട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് സംഭവങ്ങൾക്ക് ഇടയിലൂടെയാണ് നമ്മുടെ കല്യാണങ്ങൾ കേട്ടോ. എവിടെ മിയാസ് കന്നില്ല? മിയാസ് ഓൻ്റെ ഉപ്പാൻ്റെ അപ്പുറം വരികയാണ്. ഇതിനെ പോവാ. ഓക്കെ. നമുക്ക് ഇനി ഇതിനെ എവിടെ ഒരു അമ്മായിമ്മക്കൊക്കെ ഇവിടെ ജോലി ഉണ്ട്. എന്ത് ജോലിയാടി? ഉണ്ടാക്കുക. ഓക്കെ. അട്ട കമ്പനിയാണ്. എന്തായാലും പോവാ. എവിടെ പോയോ? അളിയൻ പോയോ? അളിയനും മിയാസും അതാ പോകുന്നു കേട്ടോ.
ഒരു ബൈക്കുമ്മയാണ്. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അളിയന് ജോലിക്ക് പോകണല്ലേ. ഇവിടെ തന്നെ പണി കട. അങ്ങനെ അളിയന് പോയിട്ടോ. അളിയന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അളിയൻ്റെ മട വീട്ടിലേക്ക് കൊടുന്നാക്കി ഇറക്കുകയാണ്. ഇവിടെയും കൂടി കല്യാണം പറഞ്ഞിട്ട് നമുക്ക് നാട്ടിലോട്ട് തിരിക്കാം അല്ലേ. ഇനിയിപ്പോൾ ഓരോരുത്തർ കൂടിയാണ് പറയാനുള്ളത്. വരുമ്പോൾ ഉമ്മാനെ കണ്ടു കേട്ടോ. അവർ ജോലിയുടെ സ്ഥലത്ത് നമ്മൾ കണ്ടു. സുധി തമ്പിയോ ഏസി എന്നാ വേണോ? കൊഞ്ചം ജാസ്തി പോടല. എന്നാ വേണോ? കമ്മിയാ? ഏസി കമ്മി പണണമാ? ഏസി കമ്മി പണത്ര നീ? അതെന്താ ഏസി പറ്റില്ല? ഏസി ജാസ്തി വെക്കലാമാ? കമ്മി അവേ പോകൂ. വണ്ടിയില് ബൈക്കിന് മേലെ വെക്കാണ്ടിട്ടുണ്ട്. ഒരു 10 വട്ടമായി ഇപ്പൊ എന്റെ വണ്ടി തന്നെ ചെക്ക് ചെയ്യുന്നത്. ഇതെന്താ ഇടക്കിടക്ക് പോലീസാണ് ഇലക്ഷൻ വണ്ടിക്ക് ഇത് ചെക്ക് ചെയ്യന്നെ. വണ്ടി ട്രൗസർ എന്തേലും കടത്തുണ്ടോ? ഇന്റെ ട്രൗസർ മറ്റേ മുണ്ടട പൂരിപ്പിച്ച് നല്ല ആൾക്കാര് നല്ല കാലം ചെട്ടി ഇട്ടിരുന്നു തന്നെയല്ലേ. അപ്പോൾ ഗൈസ് അങ്ങനെ ഇവിടെ ഇലക്ഷൻ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ബ്ലാക്ക് മണി കടത്തുണ്ടോ ചോദിച്ചു. മണി പൈസ കടത്തുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പൈസ ഒന്നുമില്ല. അപ്പോൾ ബാക്കിലൊക്കെ കുട്ടികളെ ചെക്കന്മാരെയൊക്കെ ഡ്രസ്സ് ഇങ്ങനെ കവറിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് മൊത്തം അയച്ച് നോക്കി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരുവിധം കല്യാണം വിളികളെല്ലാം കഴിഞ്ഞു. ഇൻഷാല്ലാ നിങ്ങളാണ് നേരത്തെ നീ ഊർക്ക് വരിക. അങ്ങനെ തമിഴ്നാട്ടിലെ കല്യാണം പറച്ചിൽ ലഘുവായിട്ടാണ് കഴിഞ്ഞിട്ടുണ്ട് കേസ്. അങ്ങനെ ഉമ്മയൊന്നും വന്നില്ല, ഉമ്മക്ക് വരാൻ പറ്റിയില്ല അല്ലേ. ഇനി ദിവസങ്ങളില്ല. ഇവരെന്തായാലും 24 അതായത് കല്യാണത്തിൻ്റെ 2 പരീക്ഷ മാറ്റി വെക്കുക കാരണമാണ് വരാൻ പറ്റാത്ത. കുറേ കമൻസ് കണ്ടിരുന്നു, ഇവിടെ വരുന്നില്ല. അപ്പോൾ കുട്ടികളെ പരീക്ഷ ഇവിടെ മാറി. നമ്മളെ കേരളത്തിലെ മാതിരിയല്ല തമിഴ്നാട്ടിൽ പരീക്ഷ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് ഇലക്ഷൻ കാരണം. ഇവിടെ ഇലക്ഷനാണ് മുഖ്യം. അപ്പോൾ എന്തായാലും കേസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സൊല്ല്. ബൈ ബൈ.